ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ 2 ലെയറാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചോക്ലേറ്റ് ലെയറും പിന്നെ ഒരു വാനില ലെയറും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വാനില ആക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചോക്ലേറ്റ് ആക്കിയിട്ടും ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോറ് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. പൾസ് മോഡിൽ ഒന്ന് കോഴ്സ് ഗ്രൈൻഡ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ഞാനിപ്പം 1 കപ്പ് സാദാ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം വേണമെങ്കിൽ നെയ്ച്ചോറോ അല്ലെങ്കിൽ പച്ചരിച്ചോറോ യൂസ് ചെയ്യാം. ചോറ് വല്ലാതെ അങ്ങോട്ട് അരയണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മാത്രം മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ ചൈന ഗ്രാസിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഈ പുഡിങ്ങിൽ ചൈന ഗ്രാസ് ഓപ്ഷണലാണ്, കാരണം അതില്ലാതെ തന്നെ പുഡിങ് സെറ്റായിട്ട് കിട്ടും. പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൈന ഗ്രാസ് ചേർക്കുന്നത്. ഇതൊരു 10 മിനിറ്റോളം ഒന്ന് കുതിർന്ന് വരാനായിട്ട് മാറ്റി വെക്കുക. ചൈന ഗ്രാസ് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കത് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ചൈന ഗ്രാസും ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കുക. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മേയറിൻ്റെ പാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല കട്ടിയുണ്ട്. നല്ല പാനാണിത്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പം സ്റ്റവ് കത്തിച്ചിട്ട് പാൻ വെച്ച് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. 3 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ പാല് തിളയ്ക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പം 1/2 കപ്പിൻ്റെയും 1/4 കപ്പിൻ്റെയും ഇടയിലായിട്ടാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പം പഞ്ചസാര ചേർക്കുമ്പം നിങ്ങളുടെ മധുരം കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ചേർക്കുക. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചോറ് ചേർക്കാം. നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് കട്ടയായിട്ട് കിടക്കും. അപ്പോൾ ഇത് പാലിലേക്ക് ഇട്ടിട്ട് ആ കട്ടയൊക്കെ നമ്മുടെ സ്പാച്ചുല വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കാം. ഈ വാനില എസൻസിന് പകരം ഏലക്കപ്പൊടിയോ കറാമ്പട്ടൻ്റെ പൊടിയോ ഒക്കെ ചേർക്കാം, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ചൈന ഗ്രാസ് ഇപ്പം നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ചൈന ഗ്രാസ് പാലിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരേ ടെമ്പറേച്ചറിലാവണം. ഇപ്പം ചൈന ഗ്രാസ് തിളയ്ക്കുകയാണെങ്കിൽ പാലും തിളയ്ക്കണം, അപ്പോഴേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഒഴിക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോവും. അപ്പോൾ ഏത് പുഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിലും ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ 2 ലെയറായിട്ടാണ് ഈ പുഡിംഗ് സെറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം വാനില ലെയറിന് വേണ്ടത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 2 ടീസ്പൂണോളം കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്.
കൊക്കോ പൗഡർ മിക്സ് ചെയ്യുമ്പം അത് കട്ടയൊന്നുമില്ലാതെ നല്ലോണം ഇളക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ചോക്ലേറ്റ് ലെയർ ഒഴിക്കുക. എന്നിട്ട് അതൊരു 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കുക. ചോക്ലേറ്റ് ലെയർ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേലെ വാനില ലെയർ ഒഴിക്കാം. പിന്നെ ഈ ചോക്ലേറ്റ് ലെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് വാനിലൻ്റെ ആ മിക്സ് നല്ലോണം കവർ ചെയ്ത് ചൂട് പോവാതെ വെക്കണം. കാരണം ചൂട് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ സെറ്റാവാൻ തുടങ്ങും. അപ്പം നമുക്ക് ഇങ്ങനെ ഒഴിക്കുന്നത് ബുദ്ധിമുട്ടാവും. ഇനി കുറച്ച് ബദാമിൻ്റെ പീസസ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചാൽ മതി. അല്ല സാവധാനം മതി എന്നുണ്ടെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോളം വെച്ചാൽ തന്നെ സെറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈസി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചോറാണ് യൂസ് ചെയ്തതെന്ന് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. മിസ്സസ് മലബാർ എന്നാണ് ഇൻസ്റ്റ ID. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്